കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സംഗമവും അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പ്രസിഡന്റ് നജി ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. കാശ്മീർ മുതൽ തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു വരുന്ന ചരക്ക് ലോറികളൊക്കെ ഡ്രൈവ് ചെയ്തു വരുന്ന വനിതാ ഡ്രൈവർമാരും മുതൽ ഭൂമിയിൽ നിന്നും കണ്ണെത്താ ദൂരത്തുള്ള ബഹിരാകാശ യാത്ര നടത്തിയ കൽപ്പന ചൗള വരെ നമ്മൾ ഈ അടുത്തിടെ നവമാധ്യമങ്ങളിൽ കണ്ടതാണ്. 9 ദിവസത്തെ ബഹിരാകാശ പര്യടനത്തിനായി പോയ സുനിത വില്യംസ് ഏതാനും മാസങ്ങളോളം അവിടെ കുടുങ്ങിക്കിടന്നു. നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ മലപ്പുറം ജില്ലയിൽ 19കാരിയായ കൊച്ചും മിടുക്കി ശ്രീമതി മറിയം ജുമാന വിമാനം പറത്തിയത് എല്ലാം നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയെല്ലാം വിദ്യാഭ്യാസ മേഖലയായാലും ശാസ്ത്ര സാങ്കേതിക മേഖലയായാലും തൊഴിൽ മേഖലയായാലും എല്ലാ മേഖലയിലും സ്ത്രീകൾ മുന്നേറ്റം കുറിച്ചുകൊണ്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇന്ന് നടന്നു പോകുന്നത്. ഇന്നത്തെ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വനിതകൾക്കും ഞാനും ഒരു വനിതയായതിൽ പ്രത്യേകം അഭിമാനിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാമൂഹിക പ്രവർത്തകയും തീമാറ്റിക് എക്സ്പെർട്ടുമായ ദിൽനാസ് MA സ്ത്രീ ശാക്തീകരണവും ബന്ധപ്പെട്ട നിയമങ്ങളും വിഷയത്തിൽ ക്ലാസ് നയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രതീക്ഷ PV, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സ് ജോൺ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലൈഖ മക്കാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. NSS സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക ശ്രീദേവി ടീച്ചറെ യോഗത്തിൽ ആദരിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.